ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കാരണം +1 ഇംപ്രൂവ്മെന്റ് എഴുതിയത് അതിപ്പം +2 റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിലും +2 സേ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ പലരും +1 ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്നാണ് വരുന്നത് എന്നുള്ള ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് പലരും ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള മറുപടി കൂടി ഞാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ +2വിന്റെ റിസൾട്ടും അതിനകത്ത് സാധ്യതയുള്ള ഡേറ്റ് മുമ്പ് പറഞ്ഞ ഡേറ്റ് അല്ല, അതിന് മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഈ ഡേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അതിനകത്ത് വരുന്ന സമയത്ത് അത് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ വഴി പങ്കുവെക്കുന്നത്. അല്ലാണ്ട് വെറുതെ വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അതിനകത്ത് ഡേറ്റുകൾ ഇങ്ങനെ പറയുന്ന രീതിയിലല്ല. കൃത്യമായ അപ്ഡേറ്റ് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിപ്പം സേ എക്സാമിന്റെ ആയാലും ഇംപ്രൂവ്മെന്റിന്റെ ആയാലും റിസൾട്ട് ആയാലും ഒക്കെ നമ്മുടെ ചാനലിൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് വരും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കാൻ മറക്കണ്ട. അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് +1 ഇംപ്രൂവ്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ മെയ് 7 എന്നുള്ളതായിരുന്നല്ലോ പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിനകത്ത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മെയ് 8 +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾ മെയ് 8 അതിനകത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി +2വിലോട്ട് വരാം. അതിന് മുന്നേ പലരും ചോദിക്കുന്നതാണ് +1 സേ എഴുതിയവരെ +1 ഇംപ്രൂവ്മെന്റിന്റെ സമയത്ത് തന്നെ +2 വരുമോ, അല്ലെങ്കിൽ +2വിന്റെ സമയത്തായിരിക്കുമോ ഇനി +1 ഇംപ്രൂവ്മെന്റ് ഒരുമിച്ചാണ് വരുന്നത് എന്നത്. അതല്ല, നിങ്ങളിപ്പം +1 ഇംപ്രൂവ്മെന്റ് എഴുതിയവർക്ക് +1 ഇംപ്രൂവ്മെന്റ് സമയത്ത് അതിന്റെ എല്ലാ റിസൾട്ടുകൾ വരും. അതിപ്പോ സേ ആണെങ്കിലും റെഗുലർ ആണെങ്കിലും ഒക്കെ. +2 എഴുതിയവരാണെങ്കിൽ അതിനകത്ത് +2വിന്റെ സമയത്ത് നിങ്ങളിപ്പം സേ എഴുതിയവരാണെങ്കിലും റെഗുലർ എഴുതിയവരാണെങ്കിലും ഒക്കെ നിങ്ങളുടെ +2 റിസൾട്ട് ആ സമയത്ത് വരും. അങ്ങനെ അപ്പൊ +2വിന്റെ റിസൾട്ട് ഇപ്പം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് മെയ് 25 എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പം അത് അവർ നേരത്തെ ആക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം പ്രോബബ്ലി അവര് ഇപ്പം മെയ് 22 റിസൾട്ട് വരാം എന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻ അതിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും മെയ് 22, 25 അത് അങ്ങോട്ടേക്ക് മാറിപ്പോകാൻ സാധ്യത കാണുന്നില്ല. അപ്പം അതുപോലെ തന്നെ +1ന്റെ ആ ഒരു റിസൾട്ട് +1ന്റേത് ജൂൺ 10 തന്നെ പോകാനാണ് സാധ്യത കാണുന്നത്. ജൂൺ ആ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അപ്പം എന്തായാലും അതിനകത്ത് ഇനിയിപ്പം കുറച്ചുകൂടി നേരത്തെ വരുമോ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അതിനകത്ത് നമ്മുടെ ചാനൽ വഴി പങ്കുവെക്കാം. ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് അതിനകത്ത് മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് കൂടി നിങ്ങൾ ജോയിൻ ആയിക്കോളും. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.